നമ്മൾ നേരത്തെ പറയും നമുക്ക് 2023 അല്ല 24-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് 6.4% മാത്രമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക വളർച്ചാ നിരക്കാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കൺസംഷൻ്റെ കുറവ് കാര്യമായ പ്രശ്നമുണ്ടാക്കുന്ന എന്ന രീതിയിലുള്ള വിലയിരുത്തൽ പഠനങ്ങൾ ഇതിനോടകം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ പഠനങ്ങൾ ഒക്കെ അടിസ്ഥാനത്തിലാവണം ഇടത്തരക്കാരൻ്റെ കയ്യിൽ, മധ്യവർഗത്തിൻ്റെ കയ്യിൽ കൂടുതൽ പണം എത്തിക്കുക എന്ന രീതിയിലുള്ള ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ഐഡിയ. അതിന് പ്രകാരം മാർക്കറ്റ് കൂടുതൽ ഓണാകും എന്നുള്ളതാകണം ധനമന്ത്രിയുടെ പ്രതീക്ഷയും. അതുവഴി അത് വളർച്ചാ നിരക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുകൂടി ധനമന്ത്രി പ്രതീക്ഷിക്കുന്നുണ്ടാവണം. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, ഇനിയിപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ സമയമാണ്. ഈ പറയുന്ന ആദായ നികുതി ഇളവ് 12 ലക്ഷമാക്കി ഉയർത്തിയതിനെ പ്രതിപക്ഷം കാണുന്നത് എങ്ങനെയാണ്? ഒരു പ്രതികരണം ഇതിനോടകം ലഭ്യമാണോ ബൽറാം? ഹാഷ്മി, നിലവിലിപ്പോൾ വന്നിരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും വന്ന പ്രതികരണങ്ങൾ ഇത് ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച, ഡൽഹി തെരഞ്ഞെടുപ്പ്, ബീഹാറിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു ബജറ്റ്, രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഒരു ബജറ്റ് എന്നത് തന്നെയാണ്. കഴിഞ്ഞ 7 ബജറ്റുകൾ പോലെ തന്നെ 8ാമത്തെ ബജറ്റിലും ഒന്നുമില്ല എന്ന പ്രതികരണം മറ്റുമാണ് പ്രതിപക്ഷ നേതാക്കളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ ബജറ്റിന് ശേഷം പ്രതിപക്ഷ അംഗങ്ങൾ അല്പസമയത്തിനകം തന്നെ പാർലമെന്റിൽ നിന്നും ഈ വിജയ് ചൗക്കിലേക്ക് ഇറങ്ങും. അതിനുശേഷം അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. എന്തായാലും നിലവിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിരിക്കുന്നു. വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെ വിശദമായി തന്നെ അവലോകനം ചെയ്തുകൊണ്ടുള്ള വാർത്താ സമ്മേളനങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ ബജറ്റിന് മുമ്പായി പ്രതീക്ഷിച്ചതിന് സമാനമായി തന്നെ മധ്യവർഗത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഒട്ടേറെ ചേർത്തുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആദായ നികുതി പരിധി 12 ലക്ഷമാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ച ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പുതിയ ബില്ല് അടുത്തയാഴ്ച അവതരിപ്പിക്കുമെന്ന അപ്രതീക്ഷിത പ്രഖ്യാപനവും പ്രദീപ് ചന്ദ്രശേഖരൻ, ഇവിടെ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം 8.39%. ഇവിടെ പച്ചക്കറി വില 26% ഉയർന്നത്. പണപ്പെരുപ്പ് ഇപ്പോഴും പ്രശ്നക്കാരനായി തുടരുന്നുണ്ട്. ആ അർത്ഥത്തിൽ അങ്ങനെ മധ്യവർഗം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് കിട്ടുന്ന ഈ ആദായ നികുതി ഇളവ് ഏത് രീതിയിലാണ് മിഡിൽ ക്ലാസ്സിന് ആശ്വാസകരമാവുക? ശ്രീ പ്രദീപ് ചന്ദ്രശേഖരൻ. ഈ ബഡ്ജറ്റിൽ നമുക്ക് ഏറ്റവും അധികം പോസിറ്റീവായിട്ട് മിഡിൽ ക്ലാസ്സിന് ഏറ്റെടുക്കാവുന്നത് ഇസ് ദി ഫാക്ട് ദാറ്റ് ഇൻകം ടാക്സ് എക്സംഷൻ റേറ്റ് 12 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഡിസ്പോസബിൾ ഇൻകം കൈവശം ഒത്തിരി പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമായിട്ടാണ് വരാൻ പോകുന്നത്. ഇതായിരിക്കും ഈ ബഡ്ജറ്റിൽ നിന്നും മിഡിൽ ക്ലാസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ റിലീഫ് എന്ന് പറയുന്നത്. 10 ലക്ഷമാണ് നമ്മൾ കരുതിയത്, പക്ഷേ 12 ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്യുന്നു. അതിന് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഒരു കാരണമാണെങ്കിലും 12 ലക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ലാബ് വ്യവസ്ഥ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഇത്ര വലിയ ഇളവാണ് ശ്രീ പ്രദീപ് ചന്ദ്രശേഖരൻ. അതെ, തീർച്ചയായിട്ടും. ബട്ട് ഈ 12 ലക്ഷത്തിലോട്ട് എത്തുന്നതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കൈവശം ചെലവാക്കാനുള്ള തുക ഒത്തിരി വർദ്ധിക്കുന്നുണ്ട്. സോ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു റിയാക്ഷൻ ഇപ്പോൾ നമുക്ക് ഷെയർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഓൾറെഡി കാണാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോ സെക്ടറിൽ നമുക്ക് ഓൾറെഡി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ മാരുതിയുടെ ഒക്കെ ഷെയർ പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5% വർദ്ധിച്ചിരിക്കുന്നത്. സോ ഇത് ഡെഫിനറ്റ്ലി ഇത് നമ്മൾ എല്ലാവരും അനലൈസ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് എന്തൊക്കെയാ ബെനിഫിറ്റ് എന്ന് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. ഈ ബജറ്റിൽ നേരത്തെ ഒരു പ്രതികരണം പ്രിൻസ് ജോർജ് വന്നതുപോലെ ഈ ബജറ്റിലെ ഹൈലൈറ്റ് ചെയ്യാവുന്ന ഏക പ്രഖ്യാപനം ഈ പറയുന്ന നികുതിയുള്ള പ്രഖ്യാപനമാണ്. മറ്റ് കാര്യമായ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലയെന്ന് പറയുന്നു. പക്ഷേ ആ പ്രഖ്യാപനമായിട്ട് അതൊരു വമ്പൻ പ്രഖ്യാപനമായി പോയി. അത് രാജ്യത്തെ മിഡിൽ ക്ലാസ്സിന് വലിയ സഹായകരമാകുന്ന പ്രഖ്യാപനമായി പോയി. കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന ബീഹാർ അല്ലെങ്കിൽ ബീഹാറിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ കൊടുത്തതിലുള്ള ഉറപ്പായും രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരാൻ പോകുന്നു. ഡൽഹി ഇലക്ഷൻ കേന്ദ്രീകരിച്ചുള്ള ഈ പറയുന്ന സോപ്പാണ് ഇതൊക്കെ എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരാൻ പോകുന്നു.